4 കായിക ഇനങ്ങളിൽ തുടർച്ചയായി 8 മണിക്കൂർ മത്സരിച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിരിക്കുകയാണ് ദുബായിൽ പ്രവാസികളായ 4 സംഘം. സൈക്ലിങ്ങിലും ബാഡ്മിൻ്റണിലും ഓട്ടത്തിലും പെഡലിലുമാണ് ഇവരുടെ മികച്ച പ്രകടനമുണ്ടായത്. സ്പോർട്സിനോടുള്ള അഗാധമായ പ്രണയമാണ് ഈ സംഘത്തിൻ്റെ ചാലകശക്തി. ഓട്ടവും സൈക്ലിങ്ങും ബാഡ്മിൻ്റണും പാഡലും ഇടവേളയോ വിശ്രമവും ഇല്ലാതെ കളിച്ച് പുഷ്പം പോലെ റെക്കോർഡ് ബുക്കിലേക്ക് കയറുകയായിരുന്നു ദുബായിലെ പ്രവാസികളായ 4 സംഘം. ഓരോ ഇനവും 2 മണിക്കൂർ വീതം കളിച്ചാണ് പുതിയ റെക്കോർഡ് തീർത്തത്. 4 ഇനം കായിക മത്സരങ്ങളിൽ 4 പേരുടെ ടീം തുടർച്ചയായി 8 മണിക്കൂർ മത്സരിച്ചു എന്ന റെക്കോർഡാണ് ഇവർക്ക് സ്വന്തമായത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സാണ് ഇവർ ലക്ഷ്യം വെച്ചതെങ്കിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇവരുടെ പ്രകടനം ഇടം പിടിച്ചു. പേര് ചെയ്തിട്ടുള്ള 4 പേര് ഒരുമിച്ചിട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് റെക്കോർഡുണ്ടോ നോക്കിയപ്പോഴാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഞങ്ങൾ അവർ സമീപിച്ചു. അവർ പറഞ്ഞു, പിന്നെ നിങ്ങളൊരു 4 സ്പോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ കളിക്കുകയാണെങ്കിൽ അത് യൂണീക്ക് ആയിട്ടുള്ള റെക്കോർഡായിരിക്കും. ഇതുവരെ ആരും അങ്ങനത്തെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തൊക്കെ സ്പോർട്സ് അറിയാമെന്ന് നമ്മൾ ചിന്തിച്ചു. എനിക്ക് സൈക്ലിംഗ് അറിയാം, പാഡിൽ കുറച്ച് അറിയാം, ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്, റണ്ണിങ് വാക്ക് കുറച്ച് ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ആരൊക്കെ നമ്മുടെ കൂടെ ടീമിൽ ബെസ്റ്റ് ഉണ്ടാവും. അപ്പോഴാണ് ലത്തീഫയ്ക്ക് പറഞ്ഞത്, നമ്മൾ എത്രയോ സ്പോർട്സ് ചെയ്യുന്നുണ്ട്. ലത്തീഫിക്കൊരു മോട്ടിവേഷൻ കാരണമാണ് ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാഡിൽ കളിക്കുന്ന മച്ചുവണ്ണൻ, പിന്നെ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ഫഹദിനൊക്കെ വിളിച്ചിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ സ്പോർട്സിലാണ് സ്ട്രോങ്, എവിടെയെങ്കിലും വീക്ക്നെസ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ 1 മാസം ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നു. മലയാളികളായ സജിൻ ഗംഗാധരൻ, അബ്ദുൽ ലത്തീഫ്, ഫഹദ്, തമിഴ്നാട് സ്വദേശി മെയ്യപ്പൻ പളനിയപ്പൻ എന്നിവരാണ് സംഘത്തിലെ അംഗങ്ങൾ. പ്രായത്തിലും ജോലിയിലുമെല്ലാം വ്യത്യസ്തരായ 4 പേർ. ഇവരെ ചേർത്ത് നിർത്തിയത് സ്പോർട്സും സൗഹൃദവുമാണ്. ഇതോടൊപ്പം ഇവരുടെ മഹത്തായ ലക്ഷ്യവും. ഞങ്ങൾ 4 പേരും ഓൾമോസ്റ്റ് ഞങ്ങളൊരു 8 months ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ 4 പേരും സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ്. അതുകൂടാതെ ഞങ്ങൾ ഫോണിലൂടെയും എല്ലാ ദിവസവും ഞങ്ങൾ ബന്ധപ്പെടും. ഇതിനകത്ത് എല്ലാവർക്കും ഒരൊറ്റൊരു മന്ത്ര, അതായത് ഒരൊറ്റൊരു ചിന്തയായിരുന്നു, ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് നാളെ ഇത് റെക്കോർഡാണ്, ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു ടീം വർക്ക്, നമുക്ക് എന്തെങ്കിലും സംതിങ് യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ മനസ്സോടുകൂടി 4 പേരും 8 മാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ലോജിസ്റ്റിക്സ് പാർട്ട് അത് വലിയൊരു ചാലഞ്ചായിരുന്നു. അത് താങ്ക്സ് ടു സജിൻ ഭായ് അതിന് വേണ്ടിയിട്ട് സജിൻ ഭായിയാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. റെക്കോർഡ് പ്രകടനത്തിനായി സൈക്ലിംഗ്, പെഡൽ, ഓട്ടം, ബാഡ്മിൻ്റൺ എന്നിങ്ങനെ 4 ഇനങ്ങളാണ് തിരഞ്ഞെടുത്തത്. പിന്നെ കളി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമായിരുന്നു. ഇതോടെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആത്മവിശ്വാസമായി. പ്രാക്ടീസ് ടു ബി ഹോണസ്റ്റ് എനിക്ക് സൈക്ലിംഗ് വരാതെ. ഐ നെവർ ന്യൂ സൈക്ലിംഗ് മച്ച്. അപ്പോൾ ഐ വാസ് ഹെസിറ്റന്റ്. അത്തി പറഞ്ഞ് കുഴപ്പമില്ല, വി വിൽ സ്റ്റാർട്ട്. അപ്പോൾ ദേ ടോട്ട് മീ സൈക്ലിംഗ്. അപ്പോൾ സൈക്ലിംഗ് തുടങ്ങി. 1 month സൈക്ലിംഗ് പഠിച്ച് പിന്നെ എല്ലാം അവരോട് ക്രെഡിറ്റ്. നവംബർ 3 റെക്കോർഡ് പ്രകടനം. സൈക്ലിങ്ങിൽ തുടങ്ങി ബാഡ്മിൻ്റൺ കളിയോടെ അവസാനിപ്പിച്ചു. 8 മണിക്കൂറാണ് ഇതിനായി എടുത്തത്. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച മത്സരം രാത്രി 12 മണിക്കാണ് നിർത്തിയത്. നമ്മൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ 2 മണിക്കൂർ വെച്ച് 4 മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്ത് 2 സ്പോർട്ട് പിന്നെ അങ്ങനെ നമ്മളങ്ങനെ വെച്ചിട്ട് ഒരു 1.5-2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം സെറ്റാക്കി എടുത്ത്. പിന്നെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാമിന, പിന്നെ മസിൽസ്, അതിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ചെയ്തു തരണം. ദുബായ് എന്ന മഹാനഗരം റെക്കോർഡ് നേട്ടത്തിന് ഒട്ടേറെ സഹായകരമായിരുന്നുവെന്ന് ഇവർ ഒറ്റസ്വരത്തിൽ പറയുന്നു. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്.
നമുക്ക് എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്തിട്ട് കളിക്കാനുള്ള പെഡലായിക്കോട്ടെ, ടെന്നീസിൻ്റെ കോർട്ടായിക്കോട്ടെ. ഇപ്പം ഞാൻ വീക്കിലി 2 ദിവസം ടെന്നീസ് കളിക്കാൻ പോകും, 2 ദിവസം പെഡൽ കളിക്കാൻ പോകും. വീക്കെൻഡിൽ സൈക്ലിംഗ് ഉണ്ടെങ്കിൽ സൈക്ലിംഗ് ടീമിൻ്റെ കൂടെ പോകും. പിന്നെ എവിടെയെങ്കിലും അപ്പം ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടൈം കണ്ടെത്താൻ, നമുക്ക് ടൈം ഇല്ലയെന്നൊന്നും പറയാം, നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും. എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇറങ്ങിയേ വേണ്ടൂ. നമുക്ക് എവിടെ പോയിക്കാലും നമുക്ക് എന്ത് ആക്ടിവിറ്റീസിനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പിന്നാലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും 4 സംഘത്തെ തേടിയെത്തി. പിന്നാലെ 4 പേർക്കും പ്രത്യേക മെഡലുകളും സർട്ടിഫിക്കറ്റുകളും റെക്കോർഡ് ബുക്കിൻ്റെ കോപ്പിയും ലഭിച്ചു. ഈ നേട്ടം വലിയ കുതിപ്പിലേക്കുള്ള ചവിട്ടുപടിയായി മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഈ 4 സംഘത്തിൻ്റെ സ്വപ്നം വളരെ വലുതാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.